ഹായ് ഫ്രണ്ട് ഒരട്ടപ്പോൾ എല്ലാവരും ഹീറോയിനെ തിരിഞ്ഞ് നോക്കി വെച്ച കണ്ണെടുക്കാതെ ഹീറോയിൻ നോക്കിയിരുന്നു. ഹീറോയിൻ വന്നു, ചേട്ടാ ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആ കൊടുന്നോ, ആ ചേട്ടാ അങ്ങനെയായിട്ട് വണ്ടിയിൽ കയറി. അങ്ങനെയായിട്ട് ഹീറോയിൻ അതെ 2 കാറ് വന്നു, അതെ ബൈക്കിലാണ് വന്നത്. അങ്ങനെയായിട്ട് ഹീറോയിൻ വണ്ടിയിൽ കുറച്ച് സാധനം എടുത്തു. ചേട്ടാ ബൈക്ക് ആ മച്ചാ എന്താടാ നീ ഇവിടെ? അങ്ങനെയായിട്ട് ഫ്രണ്ട് വന്നായിരുന്നു. ഫ്രണ്ട് വരാൻ തുടങ്ങി. മച്ചാ എനിക്ക് ബൈക്ക് തരാൻ പറ്റൂടാ എന്ന് ചോദിച്ചു. എന്താടാ പ്രശ്നം? എൻ്റെ ഗേൾ ഫ്രണ്ടെ കൂടെ പോവാ എന്ന് പറഞ്ഞു. നീ കാർ എടുത്തോടെ. അങ്ങനെ കാർ എടുത്തു പോയി. ഹീറോയിൻ ചേട്ടൻ ഇങ്ങനെ ഹാപ്പിയായി. കാർ എടുത്തോണ്ട് അങ്ങനെ വണ്ടി ചെയ്ത് വീട്ടിലൊക്കെ പോകാൻ തുടങ്ങി. പിറ്റേ ദിവസം മുമ്പ് ഹീറോയിനെ നോക്കിയിരുന്നു. അവർ കണ്ണെടുക്കാതെ ഹീറോയിനെ നോക്കിയിരുന്നു. പിന്നെ പോയി കാറ്. ശരി അങ്ങനെ വീട്ടിലകത്ത് വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. വീട് നന്നായിട്ടുണ്ടല്ലോടാ. അതേടാ അങ്ങനെ അവർ ഇരിക്കാറിഞ്ഞേ. ചേച്ചാ നമ്മ എന്തിനാ വന്നത്? ഇത് ഓർക്കാൻ പാടില്ല. അവർ ഹീറോയിനെ തന്നെ ഇരിക്കായിരുന്നു. എനിക്ക് നമുക്ക് എന്താടാ പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയായിരുന്നു. ശരി ഓക്കെ ഇങ്ങനായിട്ട് അവരായിരുന്നു സംസാരിക്കാമായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ഫ്രണ്ട് അതെ ആര്യ. എന്താടാ പറ്റി? ആര്യാണ് ഫ്രണ്ടിൻ്റെ പേര്. ആര്യ പറയാൻ തുടങ്ങി. മച്ചാ എൻ്റെ ഗേൾ ഫ്രണ്ടൊക്കെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ നീ ചുമ്മാ വെറുതെ പറയലടാ, പറയടാ മച്ച എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു ഗേൾ ഫ്രണ്ട്. ശരിടാ എന്ന് പറഞ്ഞു. അർജുൻ പിന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ അതെ കാറുണ്ട്. അങ്ങനെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോയതായിരുന്നു. ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ശരി ഗേൾ ഫ്രണ്ട് മാത്രമല്ലടാ എൻ്റെ ഫിയാൻസ മച്ച എന്ന് പറഞ്ഞതെന്ന്. അറിയടാ എൻ്റെ ഗേൾ ഫ്രണ്ട് അതുള്ള ഇത് ഫിയാൻസി. അങ്ങനെ അവർക്ക് 2 കോഡ് എൻഗേജ്മെൻ്റ് ആയിരുന്നു ചെറിയ പ്രായത്തിൽ. നല്ല കാര്യം. പറഞ്ഞു കഴിയില്ല. നിനക്കെപ്പടാ? എന്നോട് പറഞ്ഞ എനിക്ക് പിടിച്ച മതിലുകൾ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അർജുൻ പറയായിരുന്നു. സ്മൈൽ ചെയ്തിരുന്നു. മച്ചാ കാർ എന്താ? താങ്ക് യുടാ. ശരിടാ അങ്ങനെയായിട്ട് ഇന്ന് കൊടുത്തായിരുന്നു. അങ്ങനെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് അവർക്ക് ഇറങ്ങിയിട്ട് വന്നായിരുന്നു. പ്ലസ് പറഞ്ഞു മച്ചാ എൻ്റെ ഗേൾ ഫ്രണ്ട് വരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞതാ. ചുമ്മാ വെറുതെ ഒന്നും പറയണ്ട. ഇല്ലടാ ഇവിടെ അടുത്തടാ ഡ്രോപ്പ് ചെയ്താ. ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് സന്തോഷത്തിൽ സംസാരിച്ചായിരുന്നു. ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഹീറോയിന് ഇങ്ങനെ ഓരോ ഹീറോ ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പോകുമ്പോൾ അവരെല്ലാം കാണാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ നല്ല ജോലായിട്ട് ഈ ഫോട്ടോ എടുക്കാനും മതി ഫ്ലവർ എടുത്തുകൊണ്ട് തലയിൽ വെച്ചിട്ട് ഫ്ലവർ എടുത്തുകൊണ്ട് വന്നായിരുന്നു. സൂൺ നോക്കായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ അങ്ങനെയായിട്ട് സംസാരിക്കായിരുന്നു. അർജുൻ കേട്ടായിരുന്നു. എന്താമ്മ ഇത് പറ്റിയത്? ഇല്ല എനിക്ക് പ്രപ്പോസ് വന്നതാ ചേട്ടാ എന്ന് പറഞ്ഞത്. ഇത് കേട്ടിട്ട് കൈ വെച്ച് ഇതിട്ട് ബാക്കിയവർക്ക് മനസ്സിലായില്ലേ എന്താടാ പറഞ്ഞത്? വി തെറു വിളിക്കാനും വീനെ പിടിച്ചു. ജിന് പറയുന്നത് നീ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നവന്ന് പഠിച്ചു മച്ച. ഇവളെന്ത് പറയുന്ന പറഞ്ഞാൽ ഇവൾക്ക് പ്രപ്പോസ് ചെയ്തുടാ. എല്ലാവരും ഷോക്കായിരുന്നു. ആറും വിയും പഠിച്ചായിരുന്നു. വി പറയാൻ തുടങ്ങി. അതെടാ ഇവൾക്ക് പ്രപ്പോസ് ചെയ്തിരുന്നു. പ്രപ്പോസാ അതേ കൊണ്ട് ആറാം പറയാനൊക്കെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫോർഡായിട്ട് പറയുന്ന മുമ്പ് നമുക്ക് ആറാം പറഞ്ഞു ഞാൻ ഒരു ആപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ഇവളെന്ത് സംസാരിക്കും നമുക്ക് ട്രാൻസ്ഫോർഡായിട്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അടുത്ത് വന്നായിരുന്നു. അടുത്തൊരു കേൾക്കാൻ തുടങ്ങി. ചേട്ടാ എനിക്ക് പ്രപ്പോസ് ചെയ്തു. ആരാ പ്രപ്പോസ്? സീനിയറാ അതെ ചേട്ടാ അങ്ങനെ സീനിയർ പറഞ്ഞായിരുന്നു. പ്രപ്പോസ് ചെയ്ത് നീ അക്സെപ്റ്റ് ചെയ്തോ? ചേട്ടാ അത് ഫ്ലവർ നല്ല ഭംഗിയായിട്ടുണ്ട്. ആദ്യം കണ്ട് ഫ്ലവർ എടുത്തതാ. അയ്യോ ഇവിടെ തല കഴിച്ചു. ചേട്ടാ അതൊക്കെ ഇപ്പം എന്താ? നീ അക്സെപ്റ്റ് ചെയ്തോ? ഇല്ല ചേട്ടാ ഞാൻ റിജക്റ്റ് ചെയ്തു. അത് മാത്രമല്ല ചേട്ടാ അവർക്ക് മനസ്സില്ല നീ ഫ്ലവർ മാറിയുണ്ട്. അങ്ങനെ ഒരു കവിത പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫ്ലവർ മേങ്ങിയ ഇതോടെ പിറ്റേ ദിവസം ചിരിക്കാൻ തുടങ്ങി. എന്താടാ ഇവ പറയുന്നത്? നെൻസെറ്റ് മാതിരി ഉണ്ടല്ലോടാ. അങ്ങനെ ചേട്ടാ അടുത്തും പോയി. റോസിന് പറഞ്ഞു മച്ചി നീ എന്തൊരു ചുമ്മാ പറഞ്ഞു വെറുതെ പറഞ്ഞ. ഇത് ഫ്ലവർ എനിക്ക് പ്രപ്പോസ് വന്നത് എൻ്റെ ചേട്ടന് വന്നതാ. എങ്ങനെടാ പറയാൻ പറ്റൂ? എൻ്റെ മച്ചി നീ പറഞ്ഞു. പ്രപ്പോസ് ചെയ്ത് വേറെ ആരില്ല. മിനിക്കില്ലേ മിനിക്കിൻ്റെ ഫ്രണ്ട് അവളാ പ്രപ്പോസ് ചെയ്തത്. അത് ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചേട്ടനെനിക്ക് ഒരു വേള എൻ്റെ ചേട്ടൻ കല്യാണം കഴിക്കുമ്പോൾ അവളെനിക്ക് ഇഷ്ടമല്ല. അവളൊരു അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. വീഡിയോസ് ഷോക്കായിരുന്നു. ഫ്രണ്ട് മിനിക്ക് അതാരാ
ആ എപ്പോൾ മാറി അവരെ BTS ആണെന്ന് പറയാം. ഇത് കേട്ട് BTS ഷോക്കായി. അതെ വേൾഡ് വൈഡ് ആൻസം ജിന്നില്ലേ, ജിന്നൊക്കെ ഷോക്കായി. എല്ലാവരും ജിന്നെ നോക്കി തുടങ്ങി. ആ ജിന്നിനെ കല്യാണം കഴിക്കാൻ പോകാൻ പറഞ്ഞതാ. ഇത് കേട്ട് ജിന്നെ നോക്കി ചിരിക്കായിരുന്നു. അത് മാത്രമല്ല ജിന്നിനെ മാത്രമല്ല കല്യാണം കഴിക്കാൻ പോകാൻ പറഞ്ഞ ജിന്നിനെ അവള് കല്യാണം കഴിക്കാൻ മാത്രമല്ല അവളെ ഫ്രണ്ട് ജിന്നിന് മാരേജ് കഴിക്കാൻ പോകും പറഞ്ഞു. അത് കേട്ട് ഷോക്കായിരുന്നു. ആ മിനുവിനിക്കിട്ട് പിന്നെ ഒരു ഫ്രണ്ടില്ലേ, അവളും ഹാരം ഇങ്ങനെ അവൾ പറഞ്ഞു 7 പേര് അവൾക്ക് ഇഷ്ടമാണല്ലോ, 7 പേര് മാരേജ് കഴിക്കുന്നു പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു ഇത് പറയായിരുന്നു. അത് മാത്രമല്ല ചാങ്കോക്ക് പ്രപ്പോസ് ചെയ്തുവല്ലോ, അത് ഞാൻ ചോദിച്ചതാ. റിയൽ പോയിട്ട് ചാങ്കോക്ക് ഹാഡൽക്ക് പ്രപ്പോസ് ചെയ്തോടി. ഇത് ജങ്കുക്ക് ഷോക്കായിരുന്നു. ജങ്കുക്കൊന്നും എല്ലാം ശരിക്കായിരുന്നു. അത് മാത്രമല്ല ജിമ്മിന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, അങ്ങനെയായിട്ട് പറയായിരുന്നു. ജിമ്മിനിക്ക് വീട് പാടി അയ്യോ. അത് മാത്രമല്ല ഡ്രീമിലെ 2 കിസ് ചെയ്തല്ലോടി, അത് സത്യമാണോടി? അതല്ല മച്ചേ, ജിമ്മിന് വന്ന പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട ജിമ്മിൻ അവളെന്ന് മാരേജ് കഴിക്കും പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞായിരുന്നു ഇങ്ങനെയായിട്ട് പറയുന്നത്. ഇത് കേട്ട് പിറ്റേ ദിവസം കടുപ്പായി. അത് മൊത്തമല്ലടി 7 പേര് മാരേജ് കഴിക്കും. മച്ചി നിനക്ക് അവളെ പിടിക്കൂടി, എനിക്ക് പിടിക്കൂടി. നമ്മളാർക്കും അവർ കിട്ടാൻ അവർ കൊറിയൻ ബോയ്സ് ആഡൽ. അത് മാത്രമല്ല നമ്മൾ ഇന്ത്യൻ ഗേൾസ് റിയൽ നിരിച്ചാൽ നമ്മൾ നേരെ നല്ല റിയൽ ഒരു കൊറിയൻ ബോയ് കൊറിയൻ ഗേൾസ് തന്നെ മാരേജ്. ഇന്ത്യൻ ഗേൾസിൽ എപ്പോഴും മാരേജ് കഴിക്കാൻ പറ്റൂ. അങ്ങനെയായിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞു. ഫ്രണ്ട്സ് ഇരിക്കായിരുന്നു. എടി മാരേജ് കഴിക്കാൻ പറ്റില്ല നിനക്ക്. ആരുടെ മാരേജ് കഴിക്കാൻ പറ്റും? ശരി ഞാൻ വീട്ടിലൊക്കെ പോവാം. ഇങ്ങനെ ഇങ്ങനെ അവളെ കിഡ്നാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇത് കേട്ട് BTS ഷോക്കായിരുന്നു. അതെ അവർ വണ്ടി നമ്പർ എനിക്കറിയാം മച്ചേ ആണ്. പോയിട്ട് അവർ എവിടെയുണ്ടെന്ന് പറയാം അങ്ങനെയൊക്കെയെല്ലാം പറഞ്ഞായിരുന്നു. അവർ എങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്നു എല്ലാം പറഞ്ഞായിരുന്നു പറയുന്നു. പിന്നെ പ്രശ്നമായി എന്ത് ചെയ്യടി? BTS പറയാൻ തുടങ്ങി. എടാ നമ്മളെ കിഡ്നാപ്പ് ചെയ്യുന്നു കേട്ട് പോലീസ് വിളിച്ച് പോലീസിനോട് കുറച്ച് പേരോട് പറഞ്ഞു. അവരാരോ കിഡ്നാപ്പ് ചെയ്യുന്നത് ഏതാന്ന് എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് പറഞ്ഞു. ശരി ഓക്കെ സാർ നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ വരാമെന്ന് പോലീസ് സമ്മതിച്ചു.